ആരെങ്കിലും നിങ്ങളെ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ പോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുക ചിലപ്പോൾ ഞാൻ പോകും എന്നായിരിക്കും. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ ചിലപ്പോൾ എന്നുള്ളതിന് നമ്മൾ സംടൈംസ് ഐ വിൽ ഗോ എന്നൊന്നും പറയണ്ട. അതിന് പകരം നമുക്ക് മേ യൂസ് ചെയ്യാം. അതായത് ഒരു സാധ്യതയെക്കുറിച്ച് പറയാൻ, പോസിബിലിറ്റിയെ കുറിച്ച് പറയാനാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത്. അപ്പൊ മൈറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? മേയും മൈറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? പിന്നെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും മേ ബി ഒരു വാക്കായിട്ട് എഴുതുന്നതും മേ ബി എന്ന് രണ്ട് വാക്കുകളായിട്ട് എഴുതുന്നതും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതെല്ലാം വരുന്ന പാറ്റേൺസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെല്ലാം ഞാൻ ഒരുപാട് എക്സാമ്പിൾസും കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അടുത്തത് 2 കണ്ടല്ലോ. അതിൽ 4th ക്വസ്റ്റ്യൻ ഐ വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ ജോബ് എന്ന് പറയണ്ട കേട്ടോ. ഫൈൻഡ് ഔട്ട് എന്ന് പറയണ്ട, ഇങ്ങനെ ഫൈൻഡ് മാത്രം മതി. അല്ലെങ്കിൽ ഐ വിൽ ഹാവ് ടു സെർച്ച് ഫോർ അനദർ ജോബ് എന്നും പറയാം. ഇനി ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ പാർട്ടിക്ക് പോയേക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്, അല്ലെ? ഉറപ്പിച്ചിട്ടില്ല പോണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഞാൻ പാർട്ടിക്ക് പോകും എന്നായിരിക്കും. അപ്പൊ അവിടെ ചിലപ്പോ വരുമ്പോ സാധ്യതയെ കാണിക്കാനാണ് നമ്മൾ ഈ ചിലപ്പോ അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ആ ഒരു യൂസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ തന്നെ മലയാളത്തിൽ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്, അല്ലെ? ഞാൻ പാർട്ടിക്ക് പോയേക്കാം. അവിടെയാണ് നമ്മൾ മേ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പറയും ഐ മേ ഗോ ടു ദ പാർട്ടി. പാർട്ടിക്ക് പോയേക്കാം, ഐ മേ ഗോ ടു ദ പാർട്ടി. ഇവിടെ ഐ വെച്ചാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെ? ഞാൻ പോയേക്കാം, ഐ മേ ഗോ. ഇനി ഇങ്ങനെയാണെങ്കിലോ, ഞങ്ങള് പാർട്ടിക്ക് പോയേക്കാം. അപ്പൊ എന്ത് പറയും? ഞങ്ങൾ, വി മേ ഗോ ടു ദ പാർട്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഐ എന്ന് പറഞ്ഞു തുടങ്ങിയാലും വി ആണെങ്കിലും മേ കഴിഞ്ഞാൽ ആ ഗോ തന്നെയാ വരിക, ഒരു വ്യത്യാസം വരുന്നില്ല. ഐ മേ ഗോ, വി മേ ഗോ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പറയും? ഞാൻ ഷോപ്പിങ്ങിന് പോയേക്കാം. മുൻപ് പറഞ്ഞത് പാർട്ടിക്ക് പോയേക്കാം, ഇവിടെ ഞാൻ ഷോപ്പിങ്ങിന് പോയേക്കാം. അപ്പൊ ഇവിടെ നമ്മളൊരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ഷോപ്പിംഗ്, ആ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് പറയും? ഐ മേ ഗോ ഷോപ്പിംഗ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ മേ ഗോ ടു ഷോപ്പിംഗ് എന്ന് പറയണ്ട, ഐ മേ ഗോ ഷോപ്പിംഗ് എന്നാ പറയും. ഗോ ഷോപ്പിംഗ്, ആ ഷോപ്പിങ്ങിന് പോകുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇനി ഇതിന് നെഗറ്റീവ് നമ്മൾ എങ്ങനെ പറയും? ഞാൻ ഷോപ്പിങ്ങിന് പോയേക്കില്ല, അതായത് സാധ്യതയില്ല, അല്ലെ? അവിടെ നോട്ട് വരണമല്ലോ. അവിടെ എങ്ങനെ പറയും? ഐ മേ നോട്ട് ഗോ ഷോപ്പിംഗ്. മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? മേ നെഗറ്റീവ് ആക്കണം, മേ എന്നുള്ളത് മേ നോട്ട് ആവും. ഐ മേ നോട്ട് ഗോ ഷോപ്പിംഗ്. അപ്പൊ നേരത്തെ ഓർമ്മയുണ്ടോ, നമ്മൾ വിൽ നോട്ട് എന്നുള്ളത് വോണ്ട് എന്ന് പറയുമായിരുന്നു. കനോട്ട് എന്നുള്ളതിന് നമ്മൾ കാണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ ഇവിടെ ഈ മേ നോട്ട് എന്നുള്ളത് ഷോർട്ട് ഫോം ആക്കി നമ്മൾ മെയിൻഡ് എന്ന് പറയില്ല. അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ പഴയ ഒരു രീതിയാണ്. അപ്പൊ മോഡേൺ ഇംഗ്ലീഷിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മേ നോട്ട് എന്ന് തന്നെ പറഞ്ഞാൽ മതി, ഐ മേ നോട്ട് ഗോ ഷോപ്പിംഗ്. ഇനി ഇത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കൂ. ടീച്ചർ നാളെ ഒരു ടെസ്റ്റ് തന്നേക്കാം, അതായത് ടീച്ചർ നാളെ ഒരു പരീക്ഷ തന്നേക്കാം എന്ന്. അവിടെ നമ്മൾ ടീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ടീച്ചർ തന്നേക്കാം. The teacher may give എന്ത്? പരീക്ഷ, a test. എപ്പോ? നാളെ, tomorrow. ഇനി ഇവിടെ നമുക്ക് ടീച്ചർ നമുക്ക് ഒരു പരീക്ഷ തന്നേക്കാം എന്ന് പറയണമെങ്കിൽ the teacher may give us a test tomorrow എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ the teacher may give us a test tomorrow. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അടുത്ത സെന്റൻസും ഇപ്പൊ തന്ന സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കണേ. ഞാൻ മലയാളത്തിൽ പറയുന്നത് നമുക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ടായേക്കാം എന്നാണ്. അപ്പൊ നമുക്ക് ഉണ്ടായേക്കാം. ഈ ഉണ്ടാവുക, ഒരു കാര്യം നമുക്ക് ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് അല്ലേ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മളെ കുറിച്ചല്ലേ പറഞ്ഞത്, അല്ലെ? അപ്പൊ എന്ത് പറയും? വി മേ ഹാവ് എന്ത്? എ ടെസ്റ്റ് ടുമോറോ. വി മേ ഹാവ് എ ടെസ്റ്റ് ടുമോറോ. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം പറഞ്ഞത് ടീച്ചർ തന്നേക്കാം, ദ ടീച്ചർ മേ ഗിവ്. ഇവിടെ പറഞ്ഞത് നമുക്ക് ഉണ്ടായേക്കാം, വി മേ ഹാവ്. എങ്ങനെയാണ് രണ്ട് സെന്റൻസസും ഫോം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യൂ. പ്ലെയിൻ നേരത്തെ ലാൻഡ് ചെയ്തേക്കാം. എന്ത് പറയും? ദ പ്ലെയിൻ മേ ലാൻഡ് ഏർലി. നേരത്തെ, അതാണ് ഏർലി. ദ പ്ലെയിൻ മേ ലാൻഡ് ഏർലി. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അടുത്തതിന്. ട്രെയിൻ നേരത്തെ എത്തിച്ചേർന്നേക്കാം. അതായത് നമ്മൾ നിൽക്കുന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ്.
അവിടെ നമ്മൾ arrive എന്ന വാക്കാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറയും? The train may arrive early. ക്ലിയർ ആണല്ലോ? The train may arrive early. അപ്പൊ ഇവിടെ എല്ലാം കണ്ടില്ലേ? എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് ആദ്യം വരുന്നത്. The plane അല്ലെങ്കിൽ the train. അത് കഴിഞ്ഞ് may arrive അല്ലെങ്കിൽ may land. may കഴിഞ്ഞിട്ട് verb വരും. ഇപ്പൊ നമ്മൾ may ഉപയോഗിച്ച് പറയുന്ന കുറെ സെന്റൻസസ് കണ്ടില്ലേ? ഇനി might എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് മേയും മൈറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് കാണാം. ആദ്യം മേ ഉപയോഗിച്ച് തന്നെ ഒരു സെന്റൻസ് കൂടെ ഞാൻ പറയാം. ഇന്ന് മഴ പെയ്തേക്കാം. സാധ്യതയെ കുറിച്ച് പറയാണ്. എന്ത് പറയും? ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ. അപ്പൊ മഴ പെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു വേർബായിട്ടാണ് ഇവിടെ റെയിൻ വന്നത് കേട്ടോ. മഴ എന്ന അർത്ഥത്തിലല്ല, മഴ പെയ്യുക, ആ വേർബാണ് ഇവിടെ റെയിൻ. അപ്പൊ ഇറ്റ് മേ റെയിൻ എന്നാണ് പറയുക. ഓക്കെ, ഇനി ഈ മഴ പെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ നമുക്ക് മൈറ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പൊ മേയും മൈറ്റും സാധ്യതയെ കുറിച്ച് പറയാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. സാധ്യത വളരെ കുറവാണെങ്കിൽ നമുക്ക് മൈറ്റ് ഉപയോഗിക്കാം. സാധ്യത കുറച്ചുകൂടി ഉണ്ടെങ്കിൽ മേ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഇത് എങ്ങനെ പറയും? ചാൻസസ് വളരെ കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും? മഴ പെയ്യാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് പറയേണ്ടതെന്നിരിക്കട്ടെ. അപ്പൊ തീരെ സാധ്യതയില്ലാത്തപ്പോഴാണല്ലോ നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ മൈറ്റ് നോട്ട് എന്ന് വരും. ഇറ്റ് മൈറ്റ് നോട്ട് റെയിൻ ടുഡേ എന്ന് പറയും. അപ്പൊ മനസ്സിലായോ? മെയ് മൈറ്റും തമ്മിൽ ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ചാൻസ് വളരെ കുറവാണെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ മേ മൈറ്റ് ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സെന്റൻസ് നോക്കൂ. അയാള് ഇന്റർവ്യൂ ജയിച്ചേക്കാം. അപ്പൊ സാധ്യത കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം he may pass the interview. അല്ലേ? he may pass the interview. ഇനി ചാൻസ് വളരെ കുറവാണെങ്കിൽ, സാധ്യത തീരെ ഇല്ലാന്ന് തോന്നിയാൽ മൈറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇതേ കാര്യം ഇങ്ങനെ പറഞ്ഞാൽ മതി, he might pass the interview. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അപ്പൊ ഈ മൈറ്റ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ കാര്യമാന്ന് ഓർത്ത് ഇനി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ചാൻസസ് കുറവായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച്, തീരെ കുറവായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് മൈറ്റ് ഉപയോഗിച്ച് പറയാം. അതുപോലെ ഇതും, അയാൾക്ക് ജോലി കിട്ടിയേക്കാം. സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ he may get the job. ഏതോ ഒരു പ്രത്യേക ജോലിയെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ദ ജോബ് എന്ന് പറഞ്ഞത്. അതായത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പൊ ആ ജോലി, അതുകൊണ്ടാണ് ദ വന്നത്. he may get the job. സാധ്യത ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലോ, വളരെ ചെറിയൊരു സാധ്യതയുള്ളെങ്കിൽ he might get the job. മനസ്സിലായോ? he might get the job. ഇപ്പൊ നമ്മള് may might ഇത് രണ്ടും വരുന്ന തരം സെന്റൻസസ് പറയാൻ പഠിച്ചില്ലേ? അപ്പൊ ഇത് വരുന്ന കുറച്ച് സെന്റൻസസ് ഞാനിവിടെ കാണിക്കാം. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ആദ്യത്തത്, അവന് ജോലി കിട്ടിയേക്കാം. he may get the job. ഇന്ന് മഴ പെയ്തേക്കാം. ഇവിടെ സാധ്യത വളരെ കുറവാണെങ്കിൽ it might rain today. അവര് നാളെ വന്നേക്കാം. they may come tomorrow. അപ്പൊ ഇവിടെ എല്ലാം വേർബ് എങ്ങനെയാ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? ആ മേ കഴിഞ്ഞിട്ട് വന്ന വാക്കുകൾ നോക്കൂ. may get, might rain, may come. അല്ലേ? അപ്പൊ അവിടെ ആ get, rain, come എന്നൊക്കെ പറയുന്നത് പ്രവൃത്തിയെ കാണിക്കുന്ന വേർബ് തന്നെയാണ് അല്ലേ? പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് നിങ്ങളൊന്ന് നോക്കൂ. അവൾക്ക് ദേഷ്യം ആയിരിക്കാം. അപ്പൊ അവിടെ അവള് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേക്കാം, പോയേക്കാം, വന്നേക്കാം എന്നൊന്നും അല്ല പറഞ്ഞത്. നമ്മള് ദേഷ്യം ആയിരിക്കാം എന്നാണ് പറഞ്ഞത് അല്ലെ? അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഷീ മേ ബി ആംഗ്രി എന്നാണ്. അപ്പൊ ഇവിടെ മേ കഴിഞ്ഞ് എന്താ വന്നേ നോക്കൂ, ബി ആണ് വന്നത്. ഈ മേ കഴിഞ്ഞ് എങ്ങനെയായാലും ഒരു വേർബ് വന്നേ പറ്റൂ. പക്ഷെ ഇവിടുത്തെ വേർബ് ബി ആണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞത് അവൾക്ക് ദേഷ്യം ആയിരിക്കാം എന്നാണ്. ഈ ദേഷ്യം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോ ഈ ആംഗ്രി എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ആഡ്ജക്റ്റീവ് ആണ്. ആ ആഡ്ജക്റ്റീവ് വരുമ്പോ അതിന് മുൻപ് ബി വന്നിരിക്കണം. ഷീ മേ ആംഗ്രി എന്ന് പറയാൻ പറ്റില്ല, കാരണം മേ കഴിഞ്ഞിട്ട് അവിടെ വേർബ് ഇല്ലല്ലോ. ആ വേർബാണ് ബി. അപ്പൊ മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? അപ്പൊ ഷീ മേ ബി ആംഗ്രി എന്ന് പറയുന്നത് ഒരവസ്ഥയെ കുറിച്ച് പറയാൻ, ദേഷ്യമായിരിക്കാം എന്ന് പറയാനാണ്. ഇനി ഇതുപോലെയുള്ള കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അവർ ക്ഷീണിതരായേക്കാം. അപ്പൊ ക്ഷീണിതർ, ക്ഷീണമുള്ള അവസ്ഥയ്ക്ക് നമ്മൾ ടയർഡ് എന്ന് പറയും അല്ലെ? അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറയുക ഇംഗ്ലീഷില്? ദേ, അവരാണല്ലോ, ദേ മേ ബി ടയർഡ്. അവിടെ എങ്ങനെയാണ് മേ ബി എന്ന് എഴുതിയത് നിങ്ങൾ കണ്ടോ? രണ്ട് വാക്കുകളായിട്ടാണ്. കാരണം ആ ബി എന്ന് പറഞ്ഞത് ഒരു വേർബ് ആണ്. അപ്പൊ മേ ബി,
ദേ മേ ബി ടയർഡ്. പിന്നെ ഇവിടെ നമ്മൾ മലയാളത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് അവര് ക്ഷീണിതരായിരിക്കാം എന്നാണല്ലോ, അതിന് പകരം അവര് ക്ഷീണിതരായേക്കാം എന്നും നമുക്ക് പറയാം കേട്ടോ. മലയാളത്തിൽ നമ്മൾ പല രീതിയിലായിരിക്കും പറയുന്നത്. അവിടെ വ്യത്യാസം ഒന്നേ ഉള്ളൂ. അവര് ക്ഷീണിതരായിരിക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മളിങ്ങനെ സാധ്യതയെക്കുറിച്ച് പറയുന്നത് പ്രസന്റിലെ. പക്ഷെ ക്ഷീണിതരായേക്കാം എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. നാളെ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ് അവർ ക്ഷീണിതരായേക്കാം എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് പ്രസന്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ഒരേപോലെ തന്നെ പറയാ. ദേ മേ ബി ആംഗ്രി, ദേ മേ ബി ടയർഡ് എന്നൊക്കെ. ഇത് നോക്കൂ, കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാകാം. അപ്പോ വിശക്കുക, വിശപ്പുണ്ടാവുക എന്നുള്ളതിന് ഹംഗ്രി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. അതൊരു ആഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ ദ കിഡ്സ് മേ ബി ഹംഗ്രി എന്ന് പറയും. മനസ്സിലായോ? കാരണം വിശപ്പുള്ള അവസ്ഥയാണ് ഹംഗ്രി. അതിനു മുൻപ് നമ്മളൊരു വേർബ് കൊണ്ടുവരണം. ഹംഗ്രി ആഡ്ജക്റ്റീവ് ആയതുകൊണ്ട് അതുകൊണ്ട് മേ ബി ഹംഗ്രി എന്ന് പറഞ്ഞു. ദ കിഡ്സ് മേ ബി ഹംഗ്രി. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, കുട്ടികൾക്ക് വിശന്നേക്കാം എന്ന് പറയണമെങ്കിൽ ദ കിഡ്സ് മേ ഗെറ്റ് ഹംഗ്രി എന്നും പറയാം കേട്ടോ. മനസ്സിലായോ? അവിടെ ഗെറ്റ് ആണ് വേർബായിട്ട് വന്നത്. വിശന്നേക്കാം, ദേ മേ ഗെറ്റ് ഹംഗ്രി എന്ന്. രണ്ടും ഉദ്ദേശിക്കുന്ന ഒരേ കാര്യമാണ്, രണ്ട് രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. രണ്ടിടത്തും നമ്മൾ മെയ് തന്നെയാണ് യൂസ് ചെയ്യുക. ഇനി ഇതൊന്ന് നോക്കി, പരീക്ഷ പ്രയാസമായേക്കാം. ഇത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ നടക്കാനുള്ള ഒരു ടെസ്റ്റിനെ കുറിച്ചായിരിക്കും പറയുന്നത്. നാളെ നടക്കാൻ പോകുന്ന പരീക്ഷ ആയിരിക്കും. അപ്പൊ പ്രയാസമായേക്കാം. പ്രയാസം എന്നുള്ളത് ഇതുപോലെ ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ, പ്രയാസമുള്ള ഒരു അവസ്ഥ അല്ലെ, അത് ആഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ബി വരണം. ദ ടെസ്റ്റ് മേ ബി ഹാർഡ് എന്ന് പറയാം. ഈ ബുദ്ധിമുട്ടുള്ള കാര്യത്തിന് നമുക്ക് ഹാർഡ് എന്ന് പറയാം, ഡിഫിക്കൽട്ട് എന്ന് പറയാം. ഇവിടെ ഞാൻ ഹാർഡ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദ ടെസ്റ്റ് മേ ബി ഹാർഡ്. ഇവിടെയും ഈ പരീക്ഷ ബുദ്ധിമുട്ടുള്ളതാവാനുള്ള ചാൻസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് പറയാം ദ ടെസ്റ്റ് മൈറ്റ് ബി ഹാർഡ്. മനസ്സിലായോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ചാൻസ് കുറവാണെങ്കിൽ നമ്മൾ മൈറ്റ് എന്ന് പറയുന്നു. അത് തന്നെ ഇവിടെയും സംഭവിച്ചത്. ഈ പരീക്ഷ ഹാർഡ് ആവാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ദ ടെസ്റ്റ് മൈറ്റ് ബി ഹാർഡ്. അവിടെ മൈറ്റ് കഴിഞ്ഞ് ബി വന്നു. ഇനി ഇത് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ നോക്കൂ. അവള് ജോലി തിരക്കിലായിരിക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ജോലി തിരക്ക് എന്നാണല്ലോ മലയാളത്തിൽ പറഞ്ഞത്. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ ഷീ മേ ബി ബിസി വിത്ത് വർക്ക് എന്ന് പറയും. അതായത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്കിൽ പെട്ടിരിക്കുകയാണെന്ന്. ഷീ മേ ബി ബിസി വിത്ത് വർക്ക്. അപ്പൊ ഇവിടെ ചാൻസ് കുറവാണെങ്കിൽ നമ്മൾ പറയും ഷീ മൈറ്റ് ബി ബിസി വിത്ത് വർക്ക് എന്ന്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, അവള് ജോലി സ്ഥലത്ത് തിരക്കിലായിരിക്കാം എന്നാണ് പറയേണ്ടതെങ്കിലോ? അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ ഓഫീസിൽ തിരക്കിലായിരിക്കാം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പറയുക ഷീ മേ ബി ബിസി അറ്റ് വർക്ക് എന്നാണ്. അതായത് ജോലി സ്ഥലത്ത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അറ്റ് വർക്ക് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ? ഇവിടെ ആദ്യം വിത്ത് വർക്ക്, ബിസി വിത്ത് വർക്ക്, രണ്ടാമത്തേല് ബിസി അറ്റ് വർക്ക് എന്നാ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അവര് സ്കൂളിലായിരിക്കാം. അപ്പൊ ഇന്ന സ്ഥലത്തായിരിക്കാം എന്നാണ് പറയുന്നത് അല്ലെ. എന്താ പറയാ? ദേ മേ ബി അറ്റ് സ്കൂൾ. ഇന്ന സ്ഥലത്ത്, സ്കൂളിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ അറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. ആ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ദേ മേ ബി അറ്റ് സ്കൂൾ. ഇവിടെയും ആ സാധ്യത തീരെ കുറവാണെങ്കിൽ മൈറ്റ് എന്ന് യൂസ് ചെയ്യാട്ടോ. ഞാനത് പ്രത്യേകിച്ച് എഴുതി കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇതേപോലെ വേറൊരു സെന്റൻസ്, കുറച്ച് വ്യത്യാസമുണ്ട്. അവര് സ്കൂളിലേക്കുള്ള വഴിയിലായിരിക്കാം. അതായത് അവര് സ്കൂളിലേക്കുള്ള വഴിമധ്യയായിരിക്കാം എന്നാണ് ഈ പറയുന്നത്. അവിടെ എന്ത് പറയും? അവര് വഴിയിലായിരിക്കാം എന്നാണല്ലോ പറയേണ്ടത്. അത് നമുക്ക് ആദ്യം പറയാം. ദേ മേ ബി ഓൺ ദെയർ വേ. ഇവിടെ നമ്മൾ അവരുടെ വഴിയിലായിരിക്കാം എന്ന് മലയാളത്തിൽ പറഞ്ഞിട്ടില്ല, ശരിയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാം, ദേ മേ ബി ഓൺ ദെയർ വേ. എങ്ങോട്ട്? സ്കൂളിലേക്കുള്ള എന്ന് പറഞ്ഞില്ലേ, അവിടെ ടു സ്കൂൾ എന്ന് ഇംഗ്ലീഷിൽ വരും. ദേ മേ ബി ഓൺ ദെയർ വേ ടു സ്കൂൾ. ഇവിടെയും അവര് അങ്ങനെ ആകാനുള്ള ചാൻസ് കുറവാണെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യാമായിരുന്നു, മൈറ്റ് ബി എന്ന് വരുമായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട എക്സാമ്പിൾസിലെല്ലാം ഈ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി കഴിഞ്ഞിട്ട് വന്നതെല്ലാം ഒരു ആഡ്ജക്റ്റീവ് പോലെയുള്ള എന്തെങ്കിലും ആയിരുന്നു അല്ലെ. മേ ബി ആംഗ്രി, അല്ലെങ്കിൽ മേ ബി ഹംഗ്രി, മേ ബി അറ്റ് സ്കൂൾ എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വേർബിന്റെ കൂടെ ING ഫോം ചേർത്ത് എങ്ങനെ മേ ബി കഴിഞ്ഞ് വരും എന്നാണ്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ തരാം. അവൻ കൂട്ടുകാരുമായി കളിക്കുകയായിരിക്കാം. അവിടെ എന്ത് പറയും? അവൻ കളിക്കുകയായിരിക്കാം. അതായത് ഇപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്ന് പറയുന്നത് അല്ലെ. അവിടെയാണ് നമ്മൾ ING ഫോം യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പറയും ഹി മേ ബി പ്ലേയിങ്
ആരുടെ കൂടെയാ? കൂട്ടുകാരുടെ കൂടെ, കൂട്ടുകാരുമൊത്ത്. വിത്ത് ഹിസ് ഫ്രണ്ട്സ്. മനസ്സിലായോ സെന്റൻസ് വന്നത്? ഹി മേ ബി പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. കണ്ടോ? അപ്പൊ ഇവിടെ മേ ബി കഴിഞ്ഞിട്ട് ഹാപ്പി അല്ലെങ്കിൽ മേ ബി ഹംഗ്രി എന്നൊന്നും അല്ല പറഞ്ഞത്, മേ ബി പ്ലേയിങ്. അങ്ങനെയും നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതോ, അവൾ ഉറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കാം. എങ്ങനെ പറയും? ഷീ മേ ബി സ്ലീപ്പിംഗ്. ഈസി അല്ലേ? ഷീ മേ ബി സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരിക്കാൻ ചാൻസ് തീരെ കുറവാണെങ്കിൽ നമ്മൾ പറയും ഷീ മൈറ്റ് ബി സ്ലീപ്പിംഗ്. അപ്പൊ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എവിടെയാണെങ്കിലും മേയും മൈറ്റും തമ്മിൽ ഇത് തന്നെയാണ് ഡിഫറൻസ്. ചാൻസ് വളരെ കുറവാണെങ്കിൽ നമ്മൾ മൈറ്റ് യൂസ് ചെയ്യും. ഷീ മൈറ്റ് ബി സ്ലീപ്പിംഗ് എന്ന് ഇവിടെ വന്നതുകൊണ്ടാണ്. ഇനി കുട്ടികള് TV കാണുകയായിരിക്കാം. ഇവിടെയും ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാണ് പറയുന്നത് അല്ലെ. അവിടെ നമ്മൾ ING യൂസ് ചെയ്യേണ്ടി വരും വേർബിന്റെ കൂടെ. എന്ത് പറയും? ദ കിഡ്സ് മേ ബി വാച്ചിങ് TV. അപ്പൊ TV കാണുക എന്നുള്ളതിനാണ് നമ്മൾ വാച്ച് യൂസ് ചെയ്തത്. ദ കിഡ്സ് മേ ബി വാച്ചിങ് TV. ഇപ്പൊ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടല്ലോ. ഈ മേ ബി രണ്ട് സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ട് എപ്പോഴൊക്കെയാണ് വരിക എന്നുള്ളതിന് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ രണ്ടായിട്ടാണ് ഈ മേ ബി എഴുതിയത്. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മേ ബി ഒരുമിച്ച് ഒറ്റ വാക്കായിട്ട് എഴുതുന്നത് എപ്പോഴാണ്, എപ്പോഴൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അതിനു മുൻപ് ഞാൻ നേരത്തെ തന്നൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. അവര് ക്ഷീണിതരായിരിക്കാം. എന്താ പറയാ? ദേ മേ ബി ടയർഡ്. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്, നേരത്തെ കണ്ടില്ലേ? പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഒരു പക്ഷേ അവര് ക്ഷീണിതരായിരിക്കാം. പലപ്പോഴും നമ്മൾ സാധാരണ കോൺവെർസേഷൻസിൽ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ. ഇവിടെ വളരെ കാഷ്വൽ ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ അവർ ക്ഷീണിതരായിരിക്കാം എന്ന്. അപ്പൊ അവിടെ നമുക്ക് സംടൈംസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ചിലപ്പോൾ ഉള്ള അർത്ഥത്തിലാണ് ഇവിടെ ഒരു പക്ഷേ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു പക്ഷേ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക പെർഹാപ്സ് എന്ന വാക്കാണ്. പെർഹാപ്സ്. എന്നിട്ട് ഇത് നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ പറയാം ഇംഗ്ലീഷിൽ, പെർഹാപ്സ് ദേ ആർ ടയർഡ്. അപ്പൊ അവിടെ നിങ്ങൾ കണ്ടോ, പെർഹാപ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധ്യതയെ കുറിച്ചാണല്ലോ പറയുന്നത്, ഒരു പക്ഷേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെർഹാപ്സ് ദേ മേ ബി ടയർഡ് എന്ന് പറഞ്ഞില്ല. പെർഹാപ്സ് ദേ ആർ ടയർഡ്. ഇവിടെ ഈ പെർഹാപ്സിന് പകരം നമുക്ക് മേ ബി ഒറ്റ വാക്കായിട്ട് യൂസ് ചെയ്യാം. മേ ബി ദേ ആർ ടയർഡ്. അവിടെയും മേ ബി ദേ മേ ബി ടയർഡ് എന്ന് പറയില്ല. കാരണം ഓൾറെഡി നമ്മളിവിടെ മേ ബി സാധ്യതയെ കുറിച്ച് കാണിക്കാനുള്ള മേ ബി ഒറ്റ വാക്കായിട്ട് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് മേ ബി ദേ ആർ ടയർഡ് എന്ന് പറഞ്ഞാൽ മതി. ഇത് നോക്കൂ, പുറത്ത് മഴ പെയ്യുന്നുണ്ടാകാം. നമ്മൾ അകത്തിരുന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്, സാധ്യതയുണ്ട് അതിന്. പുറത്ത് മഴ പെയ്യുന്നുണ്ടാകാം. ഇറ്റ് മേ ബി റെയിനിങ് ഔട്ട്സൈഡ്. ഇവിടെ നമ്മൾ മേ ബി രണ്ട് വാക്കുകളായിട്ട് പറഞ്ഞു അല്ലെ. പക്ഷെ ഇതേ കാര്യം എനിക്ക് ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ പുറത്ത് മഴ പെയ്യുന്നുണ്ടാകാം. അപ്പൊ അവിടെ എനിക്ക് വേണമെങ്കിൽ പെർഹാപ്സ് ഇറ്റ് ഇസ് റെയിനിങ് ഔട്ട്സൈഡ്. പെർഹാപ്സ് ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഇവിടെ പെർഹാപ്സിന് പകരം അതേ അർത്ഥത്തില് മേ ബി ഒറ്റ വാക്കായിട്ട് വരും. മേ ബി ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഇപ്പൊ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഇവിടെ ആദ്യത്തെ സെന്റൻസ് ഉണ്ടല്ലോ, ഇറ്റ് മേ ബി റെയിനിങ് ഔട്ട്സൈഡ്, അതും അവസാനം തന്നതില്ലേ മേ ബി ഒറ്റ വാക്കായിട്ട് എഴുതുന്നത്, അതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ആദ്യം പറഞ്ഞതിന് കുറച്ചുകൂടി ഒരു ഫോർമൽ ടോൺ ഉണ്ട്. കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഇങ്ങനെ മേ ബി പറയുക. നേരെ മറിച്ച് സാധാരണ ഡെയിലി ലൈഫിലെ കോൺവെർസേഷൻസിൽ നമ്മൾ രണ്ടാമത്തെ രീതിയിൽ പറയാൻ ചാൻസ് കൂടുതലാണ്. മേ ബി ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് എന്നായിരിക്കും നോർമലി നമ്മൾ പറയുക. ഇത് കാണാലോ, അയാള് തിരക്കിലായിരിക്കാം. ഹി മേ ബി ബിസി അല്ലെ. അടുത്തത്, ഒരു പക്ഷേ അയാള് തിരക്കിലായിരിക്കാം. അവിടെ നമുക്ക് പെർഹാപ്സ് ഹി ഈസ് ബിസി എന്ന് പറയാം. പെർഹാപ്സ് ഹി മേ ബി ഇല്ല, പെർഹാപ്സ് ഹി ഈസ് ബിസി. അവിടെ എനിക്ക് പെർഹാപ്സിന് പകരം മേ ബി യൂസ് ചെയ്യാം. ഏത് ഒറ്റ വാക്കായിട്ട് എഴുതുന്ന മേ ബി കേട്ടോ. മേ ബി ഹി ഈസ് ബിസി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് മേ ബി യൂസ് ചെയ്യുന്നതെന്ന്? പിന്നെ ഇതുപോലെ നമ്മൾ മേ ബി യൂസ് ചെയ്യില്ലേ, അത് എപ്പോഴും സെന്റൻസിന്റെ തുടക്കത്തിലായിരിക്കും വരുന്നത്. മനസ്സിലായോ? നേരെ മറിച്ച് മറ്റേ മേ ബി ഉണ്ടല്ലോ രണ്ട് വാക്കുകളായിട്ട് എഴുതുന്നത്, അത് വേർബായിട്ട് വരുന്നതല്ലേ, അതൊരിക്കലും തുടക്കത്തിലല്ല, അത് സെന്റൻസിന്റെ നടുക്കായിരിക്കും വരിക. അങ്ങനെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പലപ്പോഴും നമുക്ക് ഈ മേ ബി, ഈ ഒറ്റ വാക്കായിട്ട് എഴുതുന്ന മേ ബി ഉണ്ടല്ലോ, പെർഹാപ്സ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന മേ ബി, അത് ഉപയോഗിച്ച് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചും പറയാൻ സാധിക്കും. ഇപ്പൊ എനിക്ക് പറയണം, ഒരു പക്ഷേ അയാൾ മറന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ മറന്നുപോയി, മറന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണല്ലോ അത് അല്ലെ. അപ്പൊ അവിടെയും എനിക്ക് ഇതുപോലെ തന്നെ മേ ബി യൂസ് ചെയ്ത് ഇങ്ങനെ പറയാം, മേ ബി
he forgot. മനസ്സിലായോ? മറക്കുക എന്നുള്ളതിന് നമ്മൾ forget എന്നല്ലേ പറയാം. അതിന്റെ past tense ആണ് forgot. Maybe he forgot. അപ്പൊ ഇതോ, ഒരു പക്ഷേ അയാള് നിന്നെ കണ്ടില്ലായിരിക്കും. അപ്പൊ കണ്ടില്ല എന്നാണ് പറയുന്നത്, പാസ്റ്റ് ടെൻസ് ആണ്. കണ്ടില്ലായിരിക്കും എന്ന്. അപ്പൊ ഇവിടെ എന്ത് പറയും? Maybe he didn't see you. Maybe he didn't see you. അപ്പൊ കണ്ടില്ല എന്ന് പറയും, നെഗറ്റീവ് ആക്കാനാണ് നമ്മൾ didn't യൂസ് ചെയ്തത്. Maybe he didn't see you. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതുപോലെ മേ ബി ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതേപോലെ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയും, അങ്ങനെയുള്ള കഴിവിനെ കുറിച്ച് പറയാൻ, എബിലിറ്റിയെ കുറിച്ച് പറയാനും ഇതുപോലെയുള്ള മേ ബി വെച്ച് പറയാൻ സാധിക്കും. അപ്പൊ സെന്റൻസ് നോക്കൂ. ഒരു പക്ഷേ അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം. അപ്പോ കഴിഞ്ഞേക്കാം, അവരുടെ ആ ഒരു എബിലിറ്റിയെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ഇവിടെ എന്ത് പറയും? മേ ബി ദേ ക്യാൻ ഹെൽപ്പ് അസ്. അവർക്ക് നമ്മളെ സഹായിക്കാൻ സാധിച്ചേക്കാം, കഴിഞ്ഞേക്കാം. മേ ബി ദേ ക്യാൻ ഹെൽപ്പ് അസ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ മേ ബി യൂസ് ചെയ്യുന്ന. ഞാൻ ഈ സെന്റൻസ് കാണിച്ചായിരുന്നു. അപ്പോ ഒരു പക്ഷേ അയാള് മറന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാകാം. മേ ബി ഹി ഫോർഗോട്ട് എന്ന് പറഞ്ഞു, പാസ്റ്റ് ആയിരുന്നു അത് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യത്തെ കുറിച്ചും ഇതേപോലെ തന്നെ പറയാം, മേ ബി യൂസ് ചെയ്ത്. അപ്പൊ ഞാൻ പറയാണ്, ഒരു പക്ഷേ അയാൾ മറന്നു പോയേക്കാം. അപ്പൊ അത് ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചല്ലേ. അവിടെ എന്ത് പറയും? ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ നമ്മൾ വിൽ അല്ലേ യൂസ് ചെയ്യുക. അപ്പൊ ഒരു പക്ഷേ അയാൾ മറന്നേക്കാം അല്ലെങ്കിൽ മറന്നു പോയേക്കാം എന്നുള്ളതിന് മേ ബി ഹി വിൽ ഫൊർഗെറ്റ് എന്ന് പറയാം. അവിടെ ഫ്യൂച്ചർ ആണ് വന്നത്. മേ ബി ഹി വിൽ ഫൊർഗെറ്റ്. ഇതേപോലെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. ഒരു പക്ഷേ അവര് പരീക്ഷ നീട്ടി വെച്ചേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരാറില്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കാവുന്ന ഒരു കാര്യമാണ് അല്ലെ, നീട്ടി വെച്ചേക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നീട്ടി വെക്കുന്നതിന് നമ്മൾ postpone എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറയും? മേ ബി ദേ വിൽ postpone the exam. മേ ബി ദേ വിൽ postpone the exam. മനസ്സിലായോ? അവിടെ ഫ്യൂച്ചറാണ് വന്നത്, ദേ വിൽ postpone. ഇപ്പൊ നമ്മള് മേ, മൈറ്റ്, പിന്നെ മേ ബി രണ്ട് വാക്കുകളായിട്ട് എഴുതുന്ന മേ ബിയും ചേർത്ത് എഴുതുന്ന മേ ബിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയില്ലേ? ഇതെല്ലാം ഉപയോഗിക്കാൻ ഇപ്പൊ പഠിച്ചല്ലോ. ഇനി മേക്ക് തന്നെ വേറെയും ഉപയോഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യൂസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആരോടെങ്കിലും വളരെ ഫോർമൽ ആയിട്ട്, പൊളൈറ്റ് ആയിട്ട് പെർമിഷൻ ചോദിക്കണമെങ്കിൽ നമുക്ക് മേ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്തുകൊള്ളട്ടെ എന്ന് ചോദിക്കാൻ നമുക്ക് ക്യാനും യൂസ് ചെയ്യാമെന്ന്. പക്ഷെ അതെപ്പോഴായിരുന്നു? നമുക്ക് വളരെ അടുപ്പമുള്ളവരോട്, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കാം. പക്ഷെ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഇപ്പൊ ഓഫീസിൽ നമ്മൾ ഒരാളോട് കാര്യം ചെയ്തോളട്ടെ എന്ന് ചോദിക്കാൻ മേ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് ചോദിക്കേണ്ടത്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നാണെന്നിരിക്കട്ടെ. നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളോടാണെങ്കിൽ ക്യാൻ യൂസ് ചെയ്ത് ക്യാൻ ഐ കം ഇൻ എന്ന് ചോദിക്കാം. പക്ഷെ ഓഫീസിലാണെങ്കിൽ നമ്മൾ ചോദിക്കുക മേ ഐ കം ഇൻ എന്നായിരിക്കും. അപ്പൊ അവിടെ കുറച്ചുകൂടെ പൊളൈറ്റ് ആണിത്, ഫോർമൽ ആണ്. മേ ഐ കം ഇൻ. ഇനി ഇത് കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കൂടെ ആഡ് ചെയ്താൽ മതി. മേ ഐ കം ഇൻ പ്ലീസ് എന്നും കൂടെ ചോദിക്കാം. നേരത്തെ ക്യാൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ അവിടെ നമുക്ക് ക്യാൻ ഉപയോഗിച്ച് can I ask you something എന്ന് ചോദിക്കാം അല്ലേ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, ഒരു കാര്യം എന്നുള്ളതിന് വൺ തിങ് എന്നല്ല സംതിങ് എന്നാണ് ചോദിക്കാന്ന് പറഞ്ഞില്ലേ. ഇതേ കാര്യം വളരെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ മേ ഐ ആസ്ക് യു സംതിങ് എന്ന് ചോദിക്കാം. വ്യത്യാസം മനസ്സിലായല്ലോ? കുറച്ചുകൂടെ ആദരവോടെ, ബഹുമാനത്തോടെയാണ് അവിടെ നമ്മൾ ചോദിക്കുന്നത്, മേ ഐ ആസ്ക് യു സംതിങ് എന്ന്. ഇതേപോലെ വളരെ പൊളൈറ്റ് ആയിട്ട്, ഫോർമൽ ആയിട്ട് പെർമിഷൻ കൊടുക്കാനും നമുക്ക് മേ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാം എന്ന് പറയണമെങ്കിൽ യു മേ സിറ്റ് ഡൗൺ എന്ന് പറയാം. യു മേ സിറ്റ് ഡൗൺ. അവിടെ ബഹുമാനത്തോടെയാണ് അവിടെ പറയുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. അപ്പൊ അവിടെ ഒരു തരത്തിലൊരു പെർമിഷൻ കൊടുക്കുകയാണ്, പക്ഷെ വളരെ ഫോർമൽ ആയിട്ട് പറയാണ് യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ്. എഴുതി തുടങ്ങാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം. യു മേ സ്റ്റാർട്ട് എന്ത്? എഴുതാൻ, എഴുത്ത് തുടങ്ങാം. യു മേ സ്റ്റാർട്ട് റൈറ്റിംഗ്. ഓഫീസിലൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് നാളെ ഒരു അവധി എടുക്കാം എന്ന്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? യു മേ ടേക്ക് എ ഡേ ഓഫ് ടുമോറോ. അവധി എടുക്കുക എന്നുള്ളതിനാണ് നമ്മൾ ടു ടേക്ക് എ ഡേ ഓഫ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അവിടെ യു മേ ടേക്ക് ലീവ് എന്ന് പറയണ്ട, യു മേ ടേക്ക് എ ഡേ ഓഫ് ടുമോറോ.
ഇതേപോലെ മേയ്ക്ക് വേറൊരു യൂസ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷസ് പോലെ അല്ലെങ്കിൽ ബ്ലെസ്സിങ് പോലെയൊക്കെ പറയണമെങ്കിൽ അവിടെ നമ്മൾ മെയ് ചേർത്താണ് പറയുക. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ പറയാറില്ലേ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ, നടക്കട്ടെ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവിടെ നമ്മളൊരു കാര്യം, ഒരു ആശീർവാദം പോലെ കൊടുക്കുകയല്ലേ, ഒരാൾക്കൊരു ഒരു വിഷ് ചെയ്യല്ലേ ഒരാളെ. അവിടെ നമ്മൾ പറയാ മേ ഓൾ യുവർ വിഷസ് കം ട്രൂ എന്നാണ്. മേ ഓൾ യുവർ വിഷസ് കം ട്രൂ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സ്ക്ലമേഷൻ മാർക്കാണ് ഇടുക. അവിടെ ഒരു ചോദ്യം അല്ലല്ലോ, അതൊരു സാധാരണ സെന്റൻസും അല്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്കും വേണ്ട, ഫുൾ സ്റ്റോപ്പും വേണ്ട, എക്സ്ക്ലമേഷൻ മാർക്ക് വരണം. മനസ്സിലായോ? അതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ലേ, അവിടെ എന്ത് പറയും? മേ ഗോഡ് ബ്ലെസ് യു. അവിടെയും എക്സ്ക്ലമേഷൻ മാർക്ക് വരും. അപ്പൊ ഇങ്ങനെ ഒരു യൂസ് കൂടെ ഉണ്ട് മെയ്ക്ക്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. ഇപ്പോൾ മെയ്, മൈറ്റ്, അതുപോലെ മേ ബി ഒന്നിച്ചെഴുതുന്നതും മേ ബി രണ്ടായിട്ട് എഴുതുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആദ്യത്തത്, അവള് നിന്നെ പിന്നീട് വിളിച്ചേക്കാം. അപ്പൊ ഇവിടെ ഒരു സാധ്യതയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം തോന്നിയേക്കാം, മേ ആണോ മൈറ്റ് ആണോ യൂസ് ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ടാമത്തത് നോക്കൂ, അവര് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാവും. അപ്പോ കാത്തിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഇപ്പോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്ന് നടക്കുകയാണ്. കാത്തിരിക്കുക എന്നുള്ളതിന് വെയിറ്റ് എന്നാണ് പറയുക, അറിയാലോ. മൂന്നാമത്തത്, ഒരു പക്ഷേ അവൻ നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ഒരു പക്ഷേ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. നാലാമത്തത്, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ. അപ്പൊ ഒരു കാര്യം അനുവാദം ചോദിക്കുകയാണ്, ചോദ്യമാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ആലോചിച്ച് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇന്ന് വരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. പ്രത്യേകിച്ച് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ താമസിയാതെ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.